നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് കേരള സെക്ടറിൽ വിമാന നിരക്ക് കുത്തനെ ഉയരുകയാണ്. സ്കൂൾ അവധിയും വിഷു, പെരുന്നാൾ, ഉത്സവ സീസണും ഒരുമിച്ചെത്തിയതോടെ ദിവസങ്ങൾക്കുള്ളിൽ മൂന്നിരട്ടിയിലേറെയാണ് നിരക്ക് വർദ്ധിച്ചത്. വേനൽക്കാല ഷെഡ്യൂളിൽ നിരവധി എയർ ഇന്ത്യ വിമാനങ്ങൾ സർവീസ് അവസാനിപ്പിച്ചതും പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയായി. UAE-യിൽ നിന്ന് കേരളത്തിലേക്ക് ഏതാനും മാസങ്ങളായി ശരാശരി 7,000 രൂപയ്ക്ക് ലഭിച്ചിരുന്ന ടിക്കറ്റിന് വിഷുവിനോടടുത്ത ദിവസങ്ങളിൽ നിരക്ക് 15,000 രൂപയോളമാണ്. പെരുന്നാളിനടുത്ത ദിവസങ്ങളിൽ ഈ നിരക്ക് പിന്നെയും ഉയർന്ന് 20,000 രൂപയിലേറെയാകുന്നുമുണ്ട്. അതായത് 9-ാം തീയതിയായ ഇന്ന് ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകാൻ എയർ ഇന്ത്യ എക്സ്പ്രസിൽ 7,189 രൂപ നൽകിയാൽ മതിയാകും. എന്നാൽ വിഷു ദിവസം ഇതേ സെക്ടറിൽ യാത്ര ചെയ്യാനുള്ള നിരക്ക് 24,266 രൂപയാണ്. പെരുന്നാളിനോട് അടുത്ത ദിവസങ്ങളിലും 22,000 രൂപയ്ക്ക് മുകളിലാണ് ടിക്കറ്റ് നിരക്ക്. ഏറ്റവും ചെലവ് കുറഞ്ഞ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ നിരക്കാണ് ഇതെങ്കിൽ മറ്റ് വിമാനങ്ങളിലേത് ഒട്ടും താങ്ങാനാവാത്ത നിരക്കാണ്. അടുത്ത ദിവസങ്ങളിൽ നിരക്ക് ഇനിയും വർദ്ധിക്കും. ഉത്സവകാലത്ത് നാടണയാൻ കൊതിക്കുന്ന സാധാരണക്കാരായ പ്രവാസികൾക്കും നാട്ടിലെ സ്കൂൾ അവധിക്ക് ഗൾഫിലേക്ക് പറക്കാനൊരുങ്ങുന്ന കുടുംബാംഗങ്ങൾക്കും ടിക്കറ്റിന് മാത്രം വൻ തുകയാണ് ചെലവ് വരിക. വേനൽക്കാല ഷെഡ്യൂളിൽ എയർ ഇന്ത്യ വിമാനങ്ങൾ റദ്ദാക്കിയപ്പോൾ ആഴ്ചയിൽ 2,000 സീറ്റാണ് കുറവ് വന്നത്. പകരം എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ സർവീസ് നടത്തുമെന്ന വാക്ക് ഇതുവരെ പാലിച്ചിട്ടില്ല. ഗൾഫിൽ തന്നെ കേരള UAE സെക്ടറിലാണ് നിരക്ക് കുത്തനെ ഉയരുന്നത്. നിലവിൽ ആഴ്ചയിൽ 65,000 സീറ്റുകളിലാണ് ഈ സെക്ടറിൽ വിമാനങ്ങൾ സർവീസ് നടത്തുന്നത്. UAE വിമാന കമ്പനികൾക്ക് 50,000 സീറ്റുകൾ അനുവദിക്കണമെന്ന UAE-യുടെ ആവശ്യവും കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അംഗീകരിച്ചിട്ടില്ല. തിരിച്ച് UAE-യിലേക്കുള്ള ടിക്കറ്റിനും സമാനമായ വർധനയുണ്ട്. സാധാരണക്കാരായ പ്രവാസികൾക്ക് ഇത് താങ്ങാൻ കഴിയാത്ത നിരക്കാണ്. സംസ്ഥാന സർക്കാരും പ്രവാസികളും ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും നിരക്ക് കുറയ്ക്കുന്ന കാര്യത്തിൽ വിമാന കമ്പനികൾ മൗനത്തിൽ തന്നെയാണ്. അടുത്ത മാസങ്ങളിൽ ഗൾഫിലെ സ്കൂളുകൾ കൂടി അടയ്ക്കുന്നതിനാൽ പ്രവാസികളുടെ യാത്രാ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകും. ഈ സമയങ്ങളിൽ ചാർട്ടേഡ് വിമാനങ്ങൾ ഇറക്കാൻ പ്രവാസി സംഘടനകൾക്ക് അനുമതി ലഭിച്ചാൽ അത് ആശ്വാസമാകുമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.